so it's time for वंदनम। Yes. तो अभी दोनों तो मान गए हैं ऑफ कोर्स। हाँ। तो अभी देखना है आगे क्या होगा। आगे क्या होगा। चलो देखते हैं। अच्छा अभी वकील की बारी। വക്കീൽ की बारी। മരണം കൃത്യം 4 മണിക്ക് ഹെവി പോലീസ് പ്രൊട്ടക്ഷനോടെ ആയിരിക്കും ഹോട്ടലിൽ താമസിപ്പിക്കുക. പക്ഷേ എങ്ങനെയെങ്കിലും അയാളുടെ മുറിയിൽ കിടക്കണം. എങ്ങനെ? അവിടുത്തെ ഇലക്ട്രീഷ്യൻ അന്ന് ജോലിക്ക് വരാൻ പാടില്ല. അത് നിന്റെ ജോലിയാണ്. അതിനു മുമ്പ് അവിടുത്തെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഏത് കമ്പനിയാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്നറിയണം. कैसे देख रही है। മിസ്റ്റർ സമദ്, പേടിക്കാനൊന്നുമില്ല. ഇറ്റ് ഈസ് 100% സേഫ് ഹിയർ. കോറിഡോറിൽ ഇരുവശത്തും പോലീസുകാരുണ്ട്. കൂടെയുള്ളവർ ഹോട്ടൽ സ്റ്റാഫാണ്. ഇവർക്ക് അറിയാവുന്ന റൂം ബോയ്സിന് മാത്രമേ ഈ ഫ്ലോറിൽ പ്രവേശനവുള്ളൂ. 2-3 മുറികളിൽ ചില താമസക്കാരുണ്ട്. പക്ഷേ അവർക്ക് 3 മണി മുതൽ 5 മണി വരെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാനോ പുറത്തു നിന്ന് അകത്ത് കയറാനോ അനുവാദമില്ല. ലോബിയിലെ സെക്യൂരിറ്റിക്കാരുണ്ട്. This is your room. शॉर्ट कर देंगे। Reception? Yes. There is a power failure in the first floor. Yes, and the electrician, madam. कैसे मारे गए ना आए। More excited to see. Sir, your name stop, huh? ಹೌದು. गए। Sir, that's a call for you. മരിച്ചിട്ടില്ല. 4 മണിയാകാൻ കൃത്യം 1 മിനിറ്റ് ബാക്കിയുണ്ട്. ഗുഡ് ബൈ.
ഉണ്ണി, യെസ്, നിന്റെ ഡാഡി തന്നെ ജയിച്ചു. ഈ നാട്ടിലെ മുഴുവൻ പോലീസിനെയും ഒന്നാം തരം വിഡ്ഢികളാക്കിക്കൊണ്ട് നിന്റെ ഡാഡി തന്നെ ജയിച്ചു. എന്റെ ഡാഡി ഒരു പാവമായിരുന്നു. എല്ലാരും കൂടെ എന്റെ ഡാഡിയെ ഇങ്ങനെ കാക്കിയതാണ്. ആയിരിക്കാം, പക്ഷെ ഓരോരുത്തരും അവരവരുടെ വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടി ആയുധങ്ങൾ എടുത്ത് തെരുവിലിറങ്ങിയാൽ ഒരുപക്ഷെ മനുഷ്യരെക്കാൾ ഏറെ ശവങ്ങളായിരിക്കും ഈ നാട്ടിലുണ്ടാവുക. എന്തെങ്കിലും ക്രൂരമായി ഞാൻ ചെയ്യുന്നതിന് മുൻപ് എല്ലാം നിന്നോട് തുറന്നു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എനിക്കൊന്നും അറിയില്ല. എന്താ പറയേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നോ. ഞാനത് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് അയാളെ പിടികൂടിയേ പറ്റുള്ളൂ. ഐ ഹാവ് ടു ക്യാച്ച് ഹിം. ജീവനോടെയോ നിവർത്തിയില്ലെങ്കിൽ അല്ലാതെ. ഉണ്ണി, പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മ എന്ന് ഒരു ഓർമ്മ പോലും ഇല്ലാത്ത എന്നെ പൊന്നുപോലെ വളർത്തിയ എന്റെ ഡാഡിയുടെ ഒരു പ്രാകൃത രൂപമാണ് ഞാൻ. ഒരു ചെറുത്താനെ പോലെ കണ്ട് എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഉണ്ണിക്കറിയോ? എല്ലാം അറിഞ്ഞുകൊണ്ടും എല്ലാം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. നിന്റെ ഡാഡിയുടെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ കൊല ചെയ്യുന്ന സമയം വിളിച്ചു പറഞ്ഞ് ഈ നാടിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ കൊല്ലും കൊലയും നടത്തുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനല്ല പോലീസ് എന്ന പേര് പറഞ്ഞ് കുറെ ആൾക്കാരെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിനും വാങ്ങാത്ത കൈക്കൂലിക്കും ശിക്ഷ അനുഭവിച്ചതിന്റെ പേരിലുള്ള അപമാനം സഹിക്കാതെ ആത്മഹത്യ ചെയ്ത ഒരു സാധാരണ ക്ലർക്കിന്റെ മകനാണ് ഞാൻ. എന്റെ അമ്മയുടെ വാശിയും ആഗ്രഹവും ഒക്കെ ആയിരുന്നു ഞാനൊരു പോലീസുകാരനാകണമെന്ന്. ഞാൻ ആദ്യമായി യൂണിഫോം അണിഞ്ഞ് എന്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യാവുള്ളൂ എന്നാണ്. എന്റെ ഡാഡിയെ I also feel bad for her, yeah. എനിക്ക് വെക്കാനാവോ? ആരും ആരെയും വെറുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല. നിനക്ക് നിന്റെ ഡാഡിയോട് ഒരു അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. ഇനി ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ക്രിമിനലായിട്ട് അയാൾ മാറിയിട്ടില്ല. ക്രൈം എന്ന രോഗം മുഴുവനായി അയാളെ ബാധിച്ചിട്ടില്ല. നിന്റെ ഡാഡിയെ ഇപ്പോഴും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇനിയും വൈകരുത്. കൊല്ലും കൊലയും എല്ലാത്തിനുള്ള ഒരു അവസാന ഉത്തരവല്ല. അത് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. Are you ready? Are you ready? Okay. She's gonna help क्या now. करेगी वो भी है ना. ആക്കിയിട്ടാൽ ഇമോഷൻസും സെന്റിമെന്റ്സും ഒന്നും പാടില്ല എന്നാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടിയാണ്. She's like She's stuck. हाँ क्या ही करेगी. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലേ. നിന്നെ കൊണ്ട് പറയിക്കാവുന്നേ നോക്കട്ടെ. നിങ്ങൾ ഇടപെടണ്ട സർ. ടി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു കേസ് തെളിയിക്കാനോ കുറ്റവാളികളിൽ നിന്ന് വിവരം ശേഖരിക്കാനോ ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞൊരു സ്ത്രീയെ തല്ലിക്കൊല്ലാൻ ആർക്കും അധികാരമില്ല. കേസ് തെളിയിക്കാനാണ് കോടതിയും നിയമങ്ങളും ഒക്കെ. ഐ ഡോണ്ട് വാണ്ട് യുവർ ബ്ലഡി അഡ്വൈസ്. ഇപ്പോഴത്തെ നിയമം ഞാൻ തീരുമാനിക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ മാത്രമല്ല, ആ പ്രൊഫസറുടെ മകളുണ്ടല്ലോ, അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. നോ, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഷീസ് ഇന്നസെന്റ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ലേ, ഇവനും ആ പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. രണ്ടുപേരും കൂടെ കറങ്ങി നടക്കാൻ ഞാൻ പലപ്പോഴും अरे यार യെസ്, യു ആർ റൈറ്റ്. അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമം സംസാരിക്കുന്നറിയാവോ? അറിയാം. സോഷ്യലിസവും ഡെമോക്രസിയും പ്രസംഗിച്ച് മൈതാനങ്ങളിൽ വാചക കസർത്ത് നടത്തി ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരെ വിഡ്ഢികളാക്കി നേതാവായതിനു ശേഷം വേഷവും മാറി രാഷ്ട്രീയത്തിന്റെ മറപറ്റി കള്ളത്തരങ്ങൾക്കും കൊള്ളിവെപ്പിനും കഞ്ഞെന്തയ്ക്കും കൊലപാതകങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. തന്നെയൊക്കെ സാമൂഹ്യ പ്രവർത്തകൻ എന്നല്ല, സാമൂഹ്യ വിരുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. നീ ഇതും പറയുന്നത് അപ്പുറം പറയും. ഒരു കാമുകന്റെ കടമയാണല്ലോ കാമുകയുടെ തന്റെ സഹായിക്കുന്നത്. സഹായിക്കുമായിരുന്നു ഈ യൂണിഫോം അണിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ കാക്കയെ ബഹുമാനമില്ലായിരുന്നെങ്കിൽ. ഉണ്ണികൃഷ്ണൻ, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ യൂണിഫോമിന് എനിക്ക് വിശ്വാസമില്ല. സാർ ബഹുമാനിക്കുന്നില്ലേറെ ഈ യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ സർ. ഈ തൊപ്പി ധരിച്ച് ഒരു സീനിയർ ഓഫീസറോട് തുറന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അപമര്യാദയായിരിക്കും. ഇപ്പൊ എസ് ഐ ഉണ്ണികൃഷ്ണനായിട്ടല്ല,
മംഗലത്തെ ശങ്കര പണിക്കരുടെ മകൻ. ഇയാളെ പോലുള്ള ചെറ്റകള് വിദ്യാഭ്യാസം എന്ന വാക്കിനെ വ്യഭിചരിച്ച് വിദ്യാർത്ഥികളെയും സർക്കാരിനെയും വഞ്ചിച്ച് പണം എടുക്കാൻ കാട്ടിക്കൂട്ടുന്ന അഴിമതികൾക്ക് കൂട്ടു നിൽക്കാനോ? അതോ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങളെയൊക്കെ അധികാരത്തിന്റെ പണത്തിന്റെ കൊഴുപ്പിൽ അഹങ്കരിച്ചാൽ ഒരു കൂട്ടം തെമ്മാടികൾ നാട് റോഡിലേക്ക് നശിപ്പിക്കുന്ന കണ്ട് ഒന്നും ചെയ്യാൻ നോക്കി നിന്നോ? കുറ്റക്കാരായവരെ മാന്യന്മാരായി പുറത്തു നടക്കുമ്പോ അതേ കുറ്റം ചാർത്തപ്പെട്ട് അയാളെ സ്നേഹിച്ചിരുന്ന വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ? അപ്പോൾ അയാൾ അനുഭവിച്ച വേദന സാർ ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം സാർ ഒരു മകളില്ല. അതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു മകനുണ്ടായിരുന്നു. നിങ്ങളുടെ മകനെ മാത്രമല്ല, നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ആ മകളെ നാട് റോഡിലേക്ക് ബലാത്സംഗം ചെയ്ത് കൊന്നിരുന്നെങ്കിൽ ആ കുറ്റം ചാർത്തപ്പെട്ട് നിങ്ങൾ ജയിലിലേക്കുള്ളിലായിരുന്നെങ്കിൽ ഫെർണാണ്ടസ് ചെയ്ത് തന്നെ ഈ നിൽക്കുന്ന മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. തെരുവ് നായ്ക്കളെ പോലെ വളർത്തരുത്. പട്ടികൾക്ക് പേ പിടിച്ചാൽ വെടിവെച്ച് കൊല്ലാറില്ലേ? അതേ ഫെർണാണ്ടസും ചെയ്തുള്ളൂ. അതിലൊരാൾ സാറിന്റെ മകനായി പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്. താൻ എന്ത് പറഞ്ഞാലും ശരി, മോൾ ഇവിടെ വന്ന തന്തയോടെ കൊണ്ടുവരാനും എനിക്കറിയാം. ഇല്ല സാർ, നിങ്ങൾ അവളെ തൊടില്ല. തൊട്ടാൽ ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിൽ ഇവിടെ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറയും. പത്രങ്ങളിൽ ഞാനത് പബ്ലിഷ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ, you are talking too much. You are insulting me. ഉണ്ണികൃഷ്ണനെ കൊണ്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ ഒരു സീനിയർ ഓഫീസറെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഐ ആം സോറി. As a subordinate, it's my duty to obey. Here are client don't want your service or help. നിങ്ങൾക്ക് മടങ്ങി പോവാം. സോറി സാർ. സാറിനെ പോലെ തന്നെ ഒരു ഓഫീസറാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ. അതിന് സാറിന്റെ സഹായം ഇല്ലെങ്കിൽ പോലും ഐ ഹാവ് ദ റൈറ്റ് ടു ക്യാച്ച് ഹിം ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. अभी इसकी बारी. ഈ കൊല ചെയ്യുന്നത് നോക്കാൻ നീ എന്താ പറഞ്ഞത്? ആരോടുമില്ലാത്ത അനാഥനാണ് ഞാൻ. അതുകൊണ്ടാണ് ഒരു അനാഥ പെൺകുട്ടിയുടെ ജീവിതം തകർന്ന കഥ കേട്ട് നിങ്ങൾ അതിന് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയപ്പോ ഞാൻ കൂട്ടുനിന്നത്. പക്ഷേ പാവം കൊണ്ട് പ്രാന്ത് പിടിച്ച നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു ദ്രോഹവും ചെയ്യാത്ത പാവങ്ങളെയാണ് കൊല്ലാൻ ഒരുങ്ങുന്നത്. കൊല ചെയ്യുന്നത് നിങ്ങൾക്കൊരു രസമായി മാറിയിരിക്കാൻ, ചോര കാണുന്നത് നിങ്ങൾക്കൊരു ലഹരിയായി മാറിയിരിക്കാൻ. മുന്നിൽ കാണുന്ന ഓരോ പ്രതിസന്ധികളെയും വെട്ടി വീഴ്ത്തി ആ ചോരപ്പുഴയിൽ കുളിച്ചു കൂത്താടി ഞാനവിടെ എത്തും. I won't see a pool of blood. No, I won't see a river of blood. अरे बाबा, I won't see a sea of blood. പാപ്പാനെ കൊന്ന കൊല്ലാനുകൾ ഇതുപോലെ അളവും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനി ആരെയും കൊല്ലാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. ഞാനത് പോലീസ് അറിയിക്കും. നിങ്ങളുടെ കൂട്ടക്കൊലയ്ക്കുള്ള എല്ലാ പ്ലാനും ഞാൻ പോലീസ് അറിയിക്കും. സോറി, ഗുഡ് ബൈ. अरे रे अभी gone now total. Don't move. Don't move. Sir? No. Don't shoot. മുന്നോട്ട് വരരുത്. Sir, please stand up. എനിക്കാരും പ്രശ്നമല്ല. Please. ओके, प्लान देख लेगा, अभी फिगर आउट करेगा क्या है. चला गया. रिलैक्स.
अरे बाबा ओए पकड़ लिया ബ്ലഡി റാസ്കൽ, എന്റെ കയ്യിൽ പെടാതെ എന്നും നിനക്ക് ജയിക്കാനാവുന്ന കരുതിയല്ലേ? യെസ് ഐ വിൽ. ഞാൻ എവിടെ ആയാലും നാളെ 6 മണിയും ഒരു സമയമുണ്ടെങ്കിൽ MP രാമചന്ദ്രൻ മരിച്ചിരിക്കും. He will die definitely. बट एक्टिंग मस्त कैसे किया उसने, तो प्लान हाँ बनाया ना उसने. സർ, അയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. നിങ്ങൾ അയാളെ പിടിച്ചു എന്ന് सुनेगा ही नहीं. He will die definitely. ഇൻസ്പെക്ടർ, സർ, Oh my अरे। god. At last पकड़ लिया. पकड़ तो लिया बट यू नो आई फील बैड फॉर हर हिज डॉटर यार. लाइक Yes. वो ना बेचारी इसका साथ ले सकती ना इसका But साथ she ले helped सकती at बट last to एट catch. लीस्ट या Of दैट course. इज गुड वो बिकॉज था of course. पर इफ यू सी वो वकील को भी मस्त मारा एकदम प्लान करके हाँ, प्रॉपर. बहुत सही किया. बहुत वकील का ही सही सब किया। प्लान था ना क्योंकि अच्छा किया उसको मार के. समटाइम्स आई लिटरली फील लाइक कि उसने जो किया ना सही किया. बट नाउ But लास्ट this में is थोड़ा the I wrong think thing. थोड़ा हाँ, बोलते ना I think कुछ इनोसेंट लोग भी मर सकते हैं मर इसके लिए. सकते हैं तो एब्सोल्युटली. अभी वही देखना होगा कि क्या. अभी भी वो कमिश्नर सुनने को रेडी नहीं क्योंकि उसका बेटे को भी मारा है. हाँ अभी बट ये देखेंगे कि ये वो उसको कैसे मारेगा. Yes. दैट इज चलो देखना है आगे. सो मीनवाइल टेक केयर. बाय बाय.